നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇതിൽ ഈ പാഠം പഠിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയേണ്ട ഒരു വേർഡാണ് സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് മാറാത്ത സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്റ്റാറ്റിക്. അതായത് സ്റ്റേഷനറി ആയിരിക്കും, ആ സംഭവം അനങ്ങില്ല. അതാണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വരുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്കിന്റെ കൂടെ ഇവിടെ അറ്റത്തൊരു സ്റ്റാറ്റിക് ആണ് കിടക്കണേ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? എന്തോ റെസ്റ്റിലുള്ള സാധനങ്ങളെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? ചാർജസിനെ പറ്റിയിട്ടാണ്. ഈ ചാർജുകൾ എങ്ങനെയായിരിക്കും? റെസ്റ്റിലുള്ള ചാർജസിനെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. മനസ്സിലാക്കിയാൽ മതി, അത്ര ആവശ്യമുള്ള കാര്യമല്ല. ഇനി വരുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. ഇനി ഞാൻ പറയട്ടെ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്തായിരിക്കും? ഇലക്ട്രോണിന്റെ ചാർജ് എപ്പോഴും നെഗറ്റീവാണ്. അപ്പോൾ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയിലും നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയിലും ഇലക്ട്രോൺ ഉണ്ട്. ഈ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലും കുറവും ഏതിലാണെന്നാണ് നമ്മൾ വിലയിരുത്താൻ പോണേ. ഇപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെന്ന് വിചാരിച്ചോ, സംഭവം എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആണെന്ന്. ഇത് കൂടുതൽ പോസിറ്റീവ് ആവണമെങ്കിൽ ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം എന്തായിരിക്കണം? ഇലക്ട്രോണിന്റെ എണ്ണം കുറവായിരിക്കണം. നെഗറ്റീവ് കുറയുമ്പോഴാണല്ലോ നമ്മൾ അതിനെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ആണെന്ന് വിചാരിച്ചോ, ഇവിടെ എന്താ ഓൾറെഡി പറഞ്ഞേക്കണത്? എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ എണ്ണം ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും? ഇവിടെ കൂടുതലായിരിക്കും. അപ്പൊ പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോണിന്റെ എണ്ണം കുറവും, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയിൽ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതലുമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒരു ബേസ് ആണ്, പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഇനി അടുത്തത് നമ്മൾ പറയുന്നത്, ഒരു വസ്തുവിന് ചാർജ് കൊടുക്കാൻ അല്ലെ ഒരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ കിട്ടാൻ നമുക്ക് പല മെത്തേഡ്സ് ഉപയോഗിക്കാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ അതായത് രണ്ട് വസ്തുക്കൾ ഉരയ്ക്കുക അല്ലെങ്കിൽ റബ്ബ് ചെയ്യുന്നത് വഴി അവർക്ക് ചാർജ് കിട്ടും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ രണ്ട് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നൊരു ഗ്ലാസിന്റെ റോഡ്, ഒരു ഗ്ലാസിന്റെ ഒരു നീളനുള്ള ഒരു വടി, പിന്നെ ഒരു സിൽക്ക്. രണ്ട് മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിലും ഇപ്പൊ ചാർജ് ഇല്ല. ഇതിൽ രണ്ടിലും ഇലക്ട്രോൺസിന്റെ എണ്ണം ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോൺസ് രണ്ടിലും ഉണ്ടാവും. നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ചാർജ് ആണെങ്കിലും നെഗറ്റീവ് ചാർജ് ആണെങ്കിലും അതിൽ എന്തുണ്ടാവും എന്ന് പറഞ്ഞു? ഇലക്ട്രോൺസ് ഉണ്ട്. എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഉണ്ടാവും, ഈ രണ്ടെണ്ണത്തിനും ഉണ്ടാവും. ഇനി പല വസ്തുക്കളിലും ഈ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പൊ ഈ ഗ്ലാസ് റോഡിനെ സംബന്ധിച്ച് ഇവിടെ ഇലക്ട്രോൺസ് എല്ലാം ലൂസായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാവും, മറ്റേ സോളിഡ് ലിക്വിഡൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ലൂസായിട്ടായിരിക്കും ഇതിലെ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ സിലിക്കിന്റെ കേസാന്ന് വെച്ചോ, ഈ മെറ്റീരിയലിൽ ഇലക്ട്രോൺസ് എങ്ങനെയാ? ഇതിനെ വെച്ച് ഗ്ലാസ് റോഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഒക്കെ ഇത്തിരി നല്ല കട്ടക്കി നിൽക്കും. കണ്ടോ? അങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇങ്ങനെയുള്ള രണ്ട് സാധനങ്ങളെ നമ്മൾ പിടിച്ച് ഉരയ്ക്കുകയാണ് അല്ലെങ്കിൽ റബ്ബ് ചെയ്യാണ്. എങ്ങനെയുള്ള ഇപ്പൊ നോക്ക്, ഇത് രണ്ടും കൂടി നമ്മൾ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ രണ്ടിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് ലൂസ്ലി പാക്ഡ് ആണ്, ഇത് ടൈറ്റ്ലി പാക്ഡ് ആണ്. അപ്പൊ റബ്ബ് ചെയ്യുമ്പോൾ എവിടെയാണോ ലൂസ് ആയിട്ടിരിക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പെട്ടെന്ന് വിട്ടുപോരാൻ എളുപ്പം. ഇവിടെ നിന്ന് ആര് പോവും? ഇലക്ട്രോൺസ് പോയിക്കൊണ്ടിരിക്കും. ഗ്ലാസ്സിൽ ലൂസ് ആയ കാരണം ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങനെ എങ്ങോട്ട് പോവും? സിലിക്കിന്റെ അടുത്തേക്ക് പോവും. ഇവർ തമ്മിലാണ് റബ്ബ് ചെയ്യുന്നത്. റബ്ബ് ചെയ്യുമ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് പോയോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കുറഞ്ഞു വരുന്നു. കുറയുമ്പോൾ ഗ്ലാസിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജും. ഇവിടെയാണെങ്കിൽ സിൽക്ക് കണ്ടമാനം ഇലക്ട്രോൺസിനെ വാങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിന് എന്ത് കിട്ടും? നെഗറ്റീവ് ചാർജും കിട്ടും. അങ്ങനെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് രണ്ട് വസ്തുക്കൾക്ക് ചാർജ് കിട്ടണത്. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അടുത്ത മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഇത് ആക്ച്വൽ കോണ്ടാക്ട് എന്നുള്ള കാര്യം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഫസ്റ്റ് തന്നെ രണ്ട് ബോഡീസ് എടുക്കാം. എ എന്ന് പറയുന്ന ഒരു ബോഡി, ബി എന്ന് പറയുന്ന ബോഡി. കണ്ടാൽ തന്നെ അറിയാം എ എന്തായിട്ടിരിക്കണേ? ന്യൂട്രൽ ആയിട്ടിരിക്കണേ. ബി എന്ന് പറയുന്ന സംഭവം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റോഡാണ്. അതായത് ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ടെണ്ണം ഇപ്പൊ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇരിക്കണേ. ഇവര് രണ്ടുപേരും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഈ എ ആദ്യം എന്താണ്? ന്യൂട്രലാണ്. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ബി എനെ ടച്ച് ചെയ്യുമ്പോൾ എക്ക് എന്ത് ചാർജ് ആയി? ഇവിടെ ഏത് സാധനമാണോ ഇതിനെ തൊട്ടത് ആ ചാർജ് ഇതിന് കിട്ടും. പോസിറ്റീവ് റോഡ് ആയ കാരണം എക്ക് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഇനിയിപ്പം നമ്മൾ ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ.
അപ്പൊ ഈ എ എന്ന് പറയുന്ന ബോഡി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള എ എന്ന് പറയുന്ന ബോഡീനെ വേറെ ചാർജ് ഉള്ള ഒരു ബോഡി കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? തൊടിയിപ്പിക്കണം. ടച്ച് ചെയ്യുമ്പോൾ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ ന്യൂട്രൽ ആയിട്ടുള്ള എക്ക് ചാർജ് കിട്ടും. അതാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അതുകൊണ്ടാണ് എഴുതിയേക്കണത് എന്ത്? ആക്ച്വൽ കോണ്ടാക്ട്. അതായത് ടച്ച് ചെയ്യണം. ടച്ച് ചെയ്തിട്ട കാര്യങ്ങൾ നമുക്ക് കിട്ടുള്ളൂ, ചാർജ് കിട്ടുള്ളൂ. ഇതാണ് സെക്കൻഡ് മെത്തേഡ്. ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതിലുള്ള സ്റ്റെപ്സ് ഫസ്റ്റ് നമുക്ക് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോഡീസ് നമ്മൾ എടുത്തു. എ എന്ന് പറയുന്ന ബോഡിയും ബി എന്ന് പറയുന്ന ബോഡി. ഇപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും ചാർജ് ഇല്ല, ഇവരടുത്താണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഈ എയും ബി എന്നും പറയണ ഈ ചാർജ് ഇല്ലാത്ത ബോഡീസിന്റെ അടുത്തേക്ക് നമ്മൾ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള റോഡ് കൊണ്ടുവരികയാണ്. അപ്പൊ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ പോസിറ്റീവിന്റെ അടുത്ത് ആർക്ക് അട്രാക്ഷൻ ഉണ്ടാവുക? നെഗറ്റീവിനായിരിക്കും. അപ്പൊ ഇവിടെ ഈ പോസിറ്റീവിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം ഇവിടെ ആരുണ്ടാവാൻ തുടങ്ങും? നെഗറ്റീവ് ചാർജ് ഉണ്ടാവാൻ തുടങ്ങും. ഇവിടേക്ക് ഫുള്ള് നെഗറ്റീവ് ഒരു സൈഡിൽ നിൽക്കും. ഈ അറ്റത്തെ ഫുള്ള് എന്തായിട്ട് മാറും? പോസിറ്റീവായിട്ട് മാറും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ റോഡ് എന്ത് ചെയ്തിട്ടില്ല? ഇവിടെ ആക്ച്വൽ കോണ്ടാക്ട് വന്നിട്ടില്ല. ഇതിന്റെ പ്രസൻസ് മാത്രമുള്ളൂ, ടച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല നമ്മളിവിടെ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ ഈ റോഡ് നമ്മൾ ഇവിടെ കൊണ്ടുവരണില്ല. ഇവിടെ ഓൾറെഡി ഇവർക്ക് ഇങ്ങനെ ഒരു ചാർജ് ആയിട്ടുണ്ട്. ഇപ്പൊ ഈ റോഡിന്റെ പ്രസൻസ് ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ എന്തായി? ഇവര് നെഗറ്റീവും ഇവര് പോസിറ്റീവാണ്, ഇവർക്ക് തമ്മിലൊരു അട്രാക്ഷൻ വരും. അപ്പൊ ഈ നെഗറ്റീവ് ചാർജൊക്കെ ഇങ്ങോട്ടേക്കും ഇവിടെയുള്ള പോസിറ്റീവ് ചാർജൊക്കെ ഇവിടേക്കും വരും. അപ്പൊ ഈ ബോഡിക്ക് എന്ത് ചാർജ് കിട്ടാണ്? നെഗറ്റീവ് ചാർജും ഈ ബോഡിക്ക് പോസിറ്റീവ് ചാർജും കിട്ടും. അങ്ങനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷനിലൂടെ ഒരു ചാർജ് ഇല്ലാത്ത ബോഡിക്ക് ചാർജ് കിട്ടുന്നത്. അതാണ് ഇവിടെ എന്തിന്റെ പ്രസൻസ് കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നെയ്ബറിംഗ് ചാർജ്ഡ് ബോഡി. ഒരു ചാർജ്ഡ് ബോഡിയുടെ പ്രസൻസ് മതി, ടച്ച് ചെയ്യിപ്പിക്കേണ്ട. ഈ മെത്തേഡിനെ നമ്മൾ പറയുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുളംബ്സ് ലോ. ഈ ലോയിൽ ആവശ്യമുള്ള സംഭവങ്ങൾ ഞാൻ ആദ്യം പറയാം. രണ്ട് ചാർജ് ഉണ്ട് ഇതിൽ, Q1 Q2 എന്ന് പറയുന്ന ചാർജ്. ഈ ചാർജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവരെന്ത് ചാർജസാ? സ്റ്റേഷനറി ചാർജ്, സംഭവം അനങ്ങില്ല. ഇനി R എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എടുത്തു. അതായത് ഈ രണ്ട് ചാർജ് ഇവിടെ ഉണ്ടല്ലോ, ഈ രണ്ട് ചാർജിന്റെ ഇടയത്തെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? R ആയിട്ട് എടുക്കുന്നത്. F. രണ്ട് ചാർജുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവരുടെ ഈ ചാർജ് കാരണം ഇവർക്ക് എന്ത് അനുഭവപ്പെടും? ഒരു ഫോഴ്സ് ഉണ്ടാവും. അത് ആ ഫോഴ്സിനെയാണ് നമ്മൾ എഫ് എന്ന് പറഞ്ഞെടുക്കുന്നത്. ആ എഫ് എന്ന് പറയുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ്. ഈ ചാർജസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ആ ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കുളംബ്സ് ലോ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഫോഴ്സിന് രണ്ട് പ്രത്യേകതകളാണ് ഈ ലോയിൽ പറയുന്നത്. ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇവിടെ രണ്ട് ചാർജാണ് ഉള്ളത്. ഈ ഉള്ള രണ്ട് ചാർജിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോഴ്സ് കൂടുമ്പോൾ ഇതും കൂടും, ഒപ്പത്തിനൊപ്പം കൂടും. ഈ പ്രൊഡക്റ്റിന്റെ ഈ രണ്ട് ചാർജ് ഇൻഡു ചെയ്തിട്ട് നമുക്കൊരു വാല്യൂ കിട്ടില്ലേ? ആ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ആരും കൂടിക്കൊണ്ടിരിക്കും? ഫോഴ്സും കൂടിക്കൊണ്ടിരിക്കും. അതാണ് പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഈ ഫോഴ്സിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇവിടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് R ഉണ്ട്. ഈ ഡിസ്റ്റൻസ് R തൊട്ടടുത്ത് ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര റിപ്പൽഷൻ ആയിരിക്കും, ഫോഴ്സ് കൂടുതലായിരിക്കും. ഇവിടെ ഈ ചാർജിന്റെ അകലം കൂടുന്തോറും എന്തും കുറയും? ഫോഴ്സും കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/, എന്ന് പറഞ്ഞിടുന്നത്. 1/, എങ്ങനെ എടുത്താണ്? ചുമ്മാ ഡിസ്റ്റൻസ് അല്ല, ഡിസ്റ്റൻസിന്റെ സ്ക്വയർ വെച്ച് കുറയുന്നതാണ് ഏത് ലോ പറയുന്നത്? കുളംബ്സ് ലോ പറയുന്നത്. അപ്പൊ ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസും ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ചാർജസിന്റെ ഇടയിലത്തെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, അതാണ് നമ്മളിവിടെ R² ഇട്ടേക്കണത്. ഇനി ഒരു കാര്യം നോക്കുക, ഇതും അതായത് രണ്ടും പ്രൊപ്പോർഷണൽ പറയുന്നത് എന്തിനെ പറ്റിയിട്ട് തന്നെയാ? ഫോഴ്സിനെ പറ്റിയിട്ടാ. അപ്പൊ നമുക്ക് ഈ സൈഡ് രണ്ട് ഈക്വൽ ആയ കാരണം ഇവരെ രണ്ടുപേരും നമുക്ക് ഒരുമിച്ചെടുക്കാം. അതുകൊണ്ടാണ് Q1 Q2 ഇൻറ്റു എന്തെന്ന് കൊടുത്താണ്? 1/R². ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി എടുക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. ഇവിടെ നമുക്ക് ഈക്വൽ ടു ഇടണം. ഈക്വൽ ടു ഇടണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് 1/4π. ഈ സംഭവത്തിനെ പറയുന്ന പേര് എപ്സിലോൺ എന്നാണ്. 1/4π എപ്സിലോൺ. ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. 9 × 10⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. അത് നിങ്ങൾ തെറ്റിയതാണ്, വായിച്ചാൽ മതി.
ഇനി ഈ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇത് ആവശ്യമാണ്. അപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കളഞ്ഞിട്ട് ഇവിടെ എന്തിട്ട് കൊടുത്തു? ഈക്വൽ ടു ഇട്ടു. അപ്പോൾ ഈ വാല്യൂ നമ്മൾ അവിടെ കൊടുത്തു 1/4πε. ഈക്വൽ ടു ഇടാൻ വേണ്ടി കോൺസ്റ്റന്റ് ഇൻറ്റു ചെയ്തു. ബാക്കിയുള്ള സംഭവമൊക്കെ അങ്ങനെ തന്നെ എടുത്തെഴുതി. ഇതാണ് കുളംബ്സ് ലോ പ്രകാരം രണ്ട് ചാർജസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ഇനി അടുത്തതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇ എന്ന് പറഞ്ഞ ലെറ്റർ ആണ് ഇത് ഡിനോട്ട് ചെയ്യാൻ എടുക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അത് അവിടെ നിൽക്കട്ടെ, ഡെഫിനിഷനൊക്കെ ഞാൻ പറഞ്ഞു തരാം. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ രണ്ട് ചാർജാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജും ഇവിടെ സാധാ ഒരു ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ ആണ് എടുത്തിരിക്കുന്നത്. ഈ ചാർജിന് ഒരു പ്രത്യേകതയുണ്ട്, ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്, ഇതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. അതാണ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നേരത്തെ കുളംബ്സ് ലോ പ്രകാരം നമ്മൾ എന്താ പറഞ്ഞേ? അവിടെയുള്ള ഫോഴ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു. ആ ഫോർമുല എന്തായിരുന്നു? ഞാൻ ഇവിടെ കാണിച്ചു തരാം. 1/4πε ഏത് രണ്ട് ചാർജ് ആണോ ഉള്ളത് അതിന്റെ പ്രൊഡക്റ്റ് ബൈ അതിന്റെ ഇടയിലത്തെ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അങ്ങനെയാണ് നമ്മൾ ആ ഫോർമുല എഴുതിയത്. ഇവിടെ വരുമ്പോ എങ്ങനെയാ വരിക? ആദ്യം നമ്മൾ ഫോർമുലയില് ഈ കോൺസ്റ്റന്റ് മാറില്ല, അവിടെ എന്തെന്നെ കൊടുത്തു? 1/4πε തന്നെ കൊടുത്തു. ഇനി ഏത് രണ്ടാണോ ചാർജ് അതിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏത് രണ്ട് ചാർജ് ഉള്ളത്? ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഉണ്ട്, സ്മോൾ ലെറ്റർ ക്യൂ ഉണ്ട്. ആ രണ്ട് ചാർജിന്റെ പ്രൊഡക്റ്റ് Q × Q എന്ന് കൊടുത്തു. ഇതിന്റെ ഉള്ളിലത്തെ ഡിസ്റ്റൻസ്, ഇവരുടെ ഇടയത്തെ ഡിസ്റ്റൻസ് നമ്മൾ R എന്ന് തന്നെ എടുത്തിരിക്കണേ. അപ്പൊ ബൈ എന്തെന്ന് കൊടുത്തു? R² എന്ന് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല ഉണ്ടാക്കിയത്. മുമ്പത്തേല് നമ്മൾ Q1 Q2 ആയിരുന്നു, പക്ഷെ ഇവിടെ ചാർജ് നമ്മൾ എടുത്തേക്കുന്നത് ക്യാപിറ്റൽ ക്യൂവും സ്മോൾ ലെറ്റർ ക്യൂ ആയ കാരണം ഇങ്ങനെ എടുത്തേക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഈ സ്മോൾ ലെറ്റർ ക്യൂ എന്ന് പറയുന്നത് എന്ത് ചാർജാണ്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരും? അതിന്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ F is equal to എന്താ പറഞ്ഞത്? 1/4πε Q × ഈ വാല്യൂ 1 ആയിട്ട് കൊടുത്തു ബൈ R². ഈ ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി കറക്റ്റ് ഡെഫിനിഷൻ, അപ്പോൾ ഇവിടുത്തെ ഈ ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് വരുന്ന കാരണം ഇവിടെ ഈ എഫിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? E = 1/4πε Q/R². ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ വലിയ കഥയൊന്നുമില്ല. കുളംബ്സ് ലോ പ്രകാരം നമ്മൾ എഴുതി. പിന്നെ ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആയ കാരണം ഇതിനെ നമ്മൾ 1 ആക്കി എടുത്തു. ഇനി പറയാണ് ഇങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ്. അതൊരു ഫോഴ്സ് ആണ്. അതാണ് നമ്മൾ കുളംബ്സ് ലോന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ വെച്ച് തുടങ്ങിയത്. ഫോഴ്സ് ആക്ടിങ് ഓൺ എവിടെ ഫോഴ്സ് ആക്ട് ചെയ്യണതെന്നാ പറയണേ? യൂണിറ്റ് പോസിറ്റീവ് ചാർജ് കാരണം ഉണ്ടാവുന്ന ഫോഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്തെടുത്തത്? യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, കുളംബ്സ് ലോ ആണെങ്കിൽ ഇക്വേഷനിൽ മുകളിൽ രണ്ട് ചാർജ് ഉണ്ടാവും, രണ്ട് ക്യൂ ഉണ്ടാവും, രണ്ട് ചാർജിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാവും. അതേസമയം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് നിങ്ങൾ എഴുതണേന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ എന്തുണ്ടായിരിക്കുള്ളൂ? ഒരു ചാർജ് ഉണ്ടാവുള്ളൂ. മറ്റേതിന്റെ വാല്യൂ എത്രയായിട്ട് പോയിട്ടുണ്ടാവും? 1 ആയിട്ട് പോകുന്നുണ്ടാവും. അപ്പൊ ആ ഇക്വേഷൻ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് തിരിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അത് തെറ്റിപ്പോവും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഫോർമുല. അപ്പൊ 1/4πε Q/ എന്തെന്ന് വരുള്ളൂ? R². രണ്ട് ചാർജ് വരില്ല. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പറയുന്ന പോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. രണ്ട് ചാർജാണ് മെയിൻ ആയിട്ടുള്ളത്. +Q ഉണ്ട്, -Q ഉണ്ട്. പ്ലസിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിലിരിക്കും, എല്ലാവരും പുറത്തേക്ക് പോകും, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഈ ചാർജ് പുറത്തേക്ക് പോണ പോലെയാണ് ലൈൻസ് നമ്മൾ വരയ്ക്കേണ്ടത്. കണ്ടോ, ലൈൻസിന്റെ ആരോ മാർക്ക് ഫുള്ള് പുറത്തേക്ക്. ഇനിയിപ്പൊ നെഗറ്റീവിന്റെ കേസാന്ന് വിചാരിച്ചോ, നിങ്ങൾ വീട്ടിൽ ചൊറിയും കുഷ്ടമൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ, ഭയങ്കര ഡിപ്രഷൻ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പം എന്ത് ചെയ്യും? ചാർജൊക്കെ ഉള്ളിലേക്ക്, ലൈൻസൊക്കെ എന്താ ചാർജിന്റെ അടുത്തേക്ക് വരുന്ന പോലെ ഉള്ളിലേക്കാണ് ലൈൻസ് വരച്ചിടേണ്ടത്. മനസ്സിലായോ? ഇത് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വന്നു വെച്ചോ, പോസിറ്റീവും വന്നിട്ടുണ്ട് നെഗറ്റീവും വന്നിട്ടുണ്ട്. മുന്നേ പറഞ്ഞ തിയറീസ് ഒന്നും തെറ്റുന്നില്ല. പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഒക്കെ പോയിക്കൊണ്ടിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ ഒക്കെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. എപ്പോഴും പോസിറ്റീവിനും നെഗറ്റീവിനും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെ പോകും, പോസിറ്റീവ് നിന്ന് പോകുന്നുണ്ട്, അതേപോലെ നെഗറ്റീവിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ഈ ലൈൻസ് വരച്ച് പഠിക്കണം, ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി രണ്ട് ഒരേപോലത്തെ ചാർജാണ് വരുന്നതെന്ന് വിചാരിക്കും. ഇപ്പൊ രണ്ട് പോസിറ്റീവ് എടുത്ത്, പോസിറ്റീവ് ലൈൻസ് ഫുള്ള് പോകുന്നു, ഇവിടെയും പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്യണില്ല? ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, കൂട്ടിമുട്ടില്ല. എല്ലാവരും എന്ത് ചെയ്യണേ? പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
അതാണ് ഈ ലൈൻസിൽ കാണിച്ചിരിക്കുന്നത്. കാണാൻ എളുപ്പമാണ്, പക്ഷെ വരച്ച് നോക്കണം, തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഈ പാഠത്തിൻ്റെ നോട്ട്സാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു നോട്ടിലേക്ക് ഇത് പകർത്തി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി ടെലിഗ്രാമിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ക്ലാസ്സായിട്ട് ഇനിയും വരാം.